നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസി വിജയത്തോടെ തുടങ്ങിയിരിക്കുന്നു. ഫുൾഹാമിനെ അതിഗംഭീരമായ ഒരു മത്സരത്തിൽ 2-3 ഗോളുകൾക്കാണ് ചെൽസി തകർത്ത് വിട്ടത്. അതിഗംഭീരം എന്ന് തന്നെ പറയണം. ചെൽസിക്ക് വേണ്ടി 31 സെക്കൻഡിൽ, അതായത് കളി തുടങ്ങി 31ാമത്തെ സെക്കൻഡിൽ തന്നെ പെഡ്രോ ഗോൾ അടിച്ചു. അതിഗംഭീര ഗോളായിരുന്നു. എന്നാൽ 23ാമത്തെ മിനിറ്റിൽ കിങ് ഫുൾഹാമിനൊപ്പം എത്തിച്ചു. ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 23ാമത്തെ മിനിറ്റിൽ കിങ് ഫുൾഹാമിനെ ആഴ്സണലിനൊപ്പം എത്തിച്ചു. പിന്നീട് 41ാമത്തെ മിനിറ്റിൽ, ആദ്യ പകുതിയിൽ തന്നെ 41ാമത്തെ മിനിറ്റിൽ റോജേഴ്സിലൂടെ വീണ്ടും ചെൽസി മുന്നിലെത്തി. അങ്ങനെ 2-1 എന്നുള്ളതായിരുന്നു ചെൽസി ഇടവേളയ്ക്ക് പോകുമ്പോഴുള്ള സ്കോർ. ഫുൾഹാമിനെതിരെ 1-2 ഗോളിന് മുന്നിട്ട് നിന്നുകൊണ്ടാണ് ഇടവേളയ്ക്ക് ചെൽസി പോയത്. പിന്നീട് ഇടവേളയ്ക്ക് ശേഷം 4ാമത്തെ മിനിറ്റിൽ, അതായത് മൊത്തം കളിയുടെ 49ാമത്തെ മിനിറ്റിൽ പാൽമറിലൂടെ പിന്നെ ആഴ്സണൽ വീണ്ടും 1 ഗോൾ കൂടി അടിച്ചു. അങ്ങനെ 3-1. പാൽമറിൻ്റെ അതിഗംഭീര ഗോളായിരുന്നു. പാൽമറായിരുന്നു കളിയിലെ താരം. പാൽമർ അതിഗംഭീരമായി 3ാമത്തെ ഗോൾ അടിച്ചു. എന്നാൽ 5 മിനിറ്റിന് ശേഷം 54ാമത്തെ മിനിറ്റിൽ 3-1 എന്നുള്ള നിലയിൽ നിന്ന് 3-2 എന്ന നിലയിലേക്ക് ഫുൾഹാമിനെ കൊണ്ടുവന്നു. ഗാർഷ്യയാണ് 54ാമത്തെ മിനിറ്റിൽ 2ാമത്തെ ഗോൾ ഫുൾഹാമിന് വേണ്ടി അടിച്ചത്. അങ്ങനെ ആ വ്യത്യാസം 1 ഗോളാക്കി ചുരുക്കാൻ ഗാർഷ്യയ്ക്കും ഫുൾഹാമിനും കഴിഞ്ഞെങ്കിലും പിന്നീട് അങ്ങോട്ട് 3ാമത്തെ ഗോൾ അടിക്കാൻ ഫുൾഹാമിന് പറ്റിയില്ല. ചെൽസിക്കെതിരെ ചെൽസി അതിഗംഭീരമായി ചെറുത്ത് നിൽക്കുകയും പ്രതിരോധിക്കുകയും ചെയ്ത മത്സരം. പക്ഷേ അതിഗംഭീരമായ മത്സരമായിരുന്നു. ഫുൾഹാം ഒട്ടും വിട്ടുകൊടുക്കാതെ കളിച്ചു എന്ന് തന്നെ പറയണം. പക്ഷേ അവർക്ക് 3ാമതൊരു ഗോൾ കൂടി അടിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും സാവി അലോൺസോയുടെ നേതൃത്വത്തിൽ, സാവി അലോൺസോ കോച്ചായിട്ടുള്ള ചെൽസിയുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരം തന്നെ ചെൽസിക്ക് വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതും അതിഗംഭീരമായി തന്നെ.